ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കൈവിരലുകളാൽ വിസ്മയങ്ങൾ ഒരുക്കുന്നവർക്കായി ദേശീയ കൈത്തറി ദിനം. രാജ്യത്തെ 35 ലക്ഷത്തിലധികം ആളുകളുടെ ഉപജീവന മാർഗത്തെ പിന്തുണയ്ക്കുന്ന കൈത്തറി മേഖല ഗ്രാമീണ തൊഴിൽ മേഖലയുടെ ഏറ്റവും വലിയ സ്രോതസ്സുകളിൽ ഒന്നായി തുടരുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ 70% സ്ത്രീകളാണ്. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പൂർണ്ണമായും കൈകൾ കൊണ്ട് തറി ഉപയോഗിച്ച് നെയ്യുന്ന തുണിത്തരങ്ങളാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ. കേരള സാരി, കാഞ്ചീപുരം, ചന്തേരി സാരികൾ, കസവുമുണ്ട്, കോട്ടൺ, സിൽക്ക്, ഖാദി തുണിത്തരങ്ങൾ, കർട്ടനുകൾ, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ, തോർത്തുമുണ്ടുകൾ തുടങ്ങിയവയെല്ലാം ഈ മേഖലയുടെ സംഭാവനകളാണ്. കൈത്തറി മേഖലയുടെ സംരക്ഷണവും വികസനവും ഓരോ പൗരന്റെയും ചുമതലയാണെന്ന ഓർമ്മപ്പെടുത്തലുമായി രാജ്യം നാളെ 12ാമത് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെ ആദരിക്കുക, രാജ്യത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വികസനത്തിന് കൈത്തറി നെയ്ത്ത് സമൂഹം നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കുക എന്നിവയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുക എന്ന ആഹ്വാനവുമായി 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ഖാദിയെയും കൈത്തറിയെയും ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഓരോരുത്തരും ചർക്ക ഉപയോഗിച്ച് ഖാദി വസ്ത്രം സ്വന്തമായി നെയ്ത് ഉപയോഗിക്കണമെന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകളും സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വീവ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ പോലുള്ള പ്രത്യേക പ്രദർശനങ്ങൾ, കൈത്തറി ഹാക്കത്തൺ ഉൾപ്പെടെയുള്ള പരിപാടികൾ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി കൈത്തറി ഉൽപ്പന്നങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും തദ്ദേശീയമായി നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങുന്നത് നെയ്ത്തുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിന്റെ പരമ്പരാഗത കസവു കലയെക്കുറിച്ചും കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചിരുന്നു. आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. आज ऐसे कई लोग और समूह हैं जो हैंडलूम की हमारी गौरवशाली परंपरा को नई ऊर्जा और पहचान दे रहे हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है. मेरा आप सभी से आग्रह है कि आने वाले त्योहार में खादी का कोई न कोई, हैंडलूम का कोई न कोई, हैंडीक्राफ्ट का कोई न कोई प्रोडक्ट जरूर खरीदें. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത വോക്കൽ ഫോർ ലോക്കൽ സംരംഭങ്ങളുടെ പ്രചാരണത്തിലൂടെ രാജ്യത്ത് തദ്ദേശീയ ഉൽപ്പന്നങ്ങളെയും പ്രാദേശിക വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അവയ്ക്ക് ആഗോള വിപണി കണ്ടെത്തുകയും ചെയ്യുന്നു. നെയ്ത്തുകാർക്ക് ആധുനിക തറികളും ഉപകരണങ്ങളും വാങ്ങാൻ ധനസഹായം നൽകുന്ന പദ്ധതിയും ശുദ്ധമായ കൈത്തറി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഹാൻഡ്ലൂം മാർക്ക്, ഇന്ത്യ ഹാൻഡ്ലൂം ബ്രാൻഡ് എന്നിവയും സാങ്കേതിക വായ്പാ സഹായങ്ങൾ നൽകുന്ന നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഉൾപ്പെടെ കേന്ദ്രം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കൈത്തറി മേഖലയുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡ്ലൂംസ് ഡോക്ടർ എം ബീന IAS. കൈത്തറി മേഖലയുടെ സമഗ്രമായ വികാസത്തിനു വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. അതിൽ പ്രധാനമായി 2 പദ്ധതികളാണുള്ളത്. ഒന്ന്, റോ മെറ്റീരിയൽ സബ്സിഡൈസ് റേറ്റിൽ നെയ്ത്തുകാർക്ക് ലഭ്യമാക്കുന്ന റോ മെറ്റീരിയൽ സപ്ലൈ സ്കീം. കോട്ടൺ, സിൽക്ക്,
തുടങ്ങിയ നാച്ചുറൽ ഫൈബേഴ്സിന് 15% പ്രൈസ് സബ്സിഡിയും എല്ലാ ഫൈബേഴ്സിനും ട്രാൻസ്പോർട്ട് സബ്സിഡിയുമാണ് ഈ സ്കീമിന്റെ ഭാഗമായി നെയ്ത്തുകാർക്ക് ലഭ്യമാകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്കീമാണ് നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇതിന് ഒട്ടനവധി സബ് കമ്പോണൻസ് ഉണ്ട്. രാജ്യത്ത് ഒന്നടങ്കമുള്ള സ്മോൾ ക്ലസ്റ്ററുകളെ വികസിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് സ്മോൾ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 2 കോടി രൂപ വരെ ഒരു ക്ലസ്റ്റർ വികസനത്തിന് വേണ്ടി അനുവദിക്കുന്നതാണ്. വലിയ ക്ലസ്റ്ററുകൾ, അതായത് മെഗാ ക്ലസ്റ്ററുകൾക്ക് വേണ്ടി വലിയ പദ്ധതി, ഒരു ബൃഹത് പദ്ധതിയായി 30 കോടി വരെ ഉള്ള ഒരു പരിപാടി കൂടി ഇതിന്റെ രണ്ടാമത്തെ സബ് കമ്പോണന്റ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സബ് കമ്പോണന്റ് ആണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രോഗ്രാം. ജില്ലാ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ, നാഷണൽ തലത്തിൽ, അന്തർദേശീയ തലത്തിലുമുള്ള മാർക്കറ്റിംഗ് ഇവന്റ്സിൽ പങ്കെടുക്കാൻ നമ്മുടെ നെയ്ത്തുകാരെ സഹായിക്കുന്ന സ്കീമാണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രോഗ്രാം. സ്കില്ലിങ്ങിന് വേണ്ടി, അതായത് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി സമർത്ഥ് എന്നൊരു പ്രോഗ്രാം കൂടി നടപ്പിലാക്കുന്നുണ്ട്. indiahandmade.com എന്ന ഒരു ഇ-കോമേഴ്സ് പോർട്ടൽ കൂടി ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം നെയ്ത്ത് സഹകരണ സംഘങ്ങൾ വഴി നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലൂടെ നെയ്ത്തുകാർക്ക് വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും ജോലി ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വസ്ത്രങ്ങൾ വിറ്റഴിക്കാൻ സഹകരണ സംഘങ്ങളെ സജ്ജമാക്കുകയും പരമ്പരാഗത കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് GI ടാഗ് പദവി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൈത്തറി ദിനത്തോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ വിശദാംശങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുകയാണ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ. ഈ വർഷം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർകളാണ് കൈത്തറി ദിനം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചിട്ടാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നെ കൈത്തറി മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി IIT ചെന്നൈയുമായി MOU സൈൻ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി IIT ചെന്നൈ ഈ മേഖലയുടെ ഉന്നമനത്തിനും പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി റിസർച്ച് ആൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ട് പുതിയൊരു ലൂം ഡിസൈൻ ചെയ്തു. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി അന്നത്തെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ തന്നെ 3 കോടി രൂപ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി മാത്രമായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട സംഘങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യുവാനാണ് കൈത്തറി ഡയറക്ടറേറ്റ് ആലോചിച്ചു വരുന്നത്. ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നതോടുകൂടി ഈ മേഖലയിലെ ഏകദേശം 25 മുതൽ 30% വരെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാം. കൂടാതെ കൈത്തറി മേഖല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ ഏജ് 60 മുകളിലുള്ള ആൾക്കാരാണ് ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ 80-85% വനിതകളാണ്. അപ്പോൾ അവരുടെ ആയാസരഹിതമായ ഒരു നെയ്ത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഈ പുതിയ ഒരു ലൂമിന്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. 80 വയസ്സിൽ മുകളിലുള്ള നെയ്ത്തുകാരും കൂടി ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. കൈത്തറി മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും നൂതന ഡിസൈനിനെ കുറിച്ചിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷൻ, അതിനുശേഷം നെയ്ത്തുകാരുടെയും അവരുടെ മക്കളുടെയും വിവിധ കലാപരിപാടികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാന തലത്തിൽ 15ഓളം കൈത്തറി ക്ലസ്റ്ററുകളുണ്ട്. ആ കൈത്തറി ക്ലസ്റ്ററുകൾ നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളായിരിക്കും IIT കണ്ണൂരിലത്തെ സ്റ്റുഡൻസ് കുട്ടികൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും പുതിയ സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ പുതിയ ഡിസൈനുകളും ഫാഷൻ ട്രെൻഡുകളും അനാവരണം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ കാണുന്നത്. ഈ ഒരു ബഡ്ജറ്റിലെ പുതിയ ഡിസൈൻ സ്റ്റുഡിയോ, അതുപോലെ തന്നെ കൈത്തറി ഗ്രാമം, കൈത്തറി ബ്രാൻഡിങ്, അങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ ഖാദി ഓണം മേള ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നുവരികയാണ്. ഓണത്തോടനുബന്ധിച്ച് തമിഴ്നാട് കോ-ഓപ്റ്റെക്സ് കൈത്തറിയുടെ പുതിയ ഷോറൂം തിരുവനന്തപുരത്ത് പ്രവർത്തനമാരംഭിച്ചു. കോ-ഓപ്റ്റെക്സ് ഉൽപ്പന്നങ്ങളെ കേരളം എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്നതായി ഷോറൂം ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് മന്ത്രി M. വിജയ് ബാലാജി പറഞ്ഞു. ഉത്സവ സീസണുകളിൽ ഖാദി കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന റിബേറ്റുകൾ കൈത്തറി വിപണിയെ സജീവമാക്കുന്നുണ്ട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഇൻഫർമേഷൻ ഓഫീസർ VS രാജീവ്. ഖാദി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഖാദി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ മിനിമം വേജസ്, ഇൻകം സപ്പോർട്ട് അങ്ങനെയൊക്കെയുള്ള പദ്ധതികളിലൂടെ അധിക വരുമാനം ലഭ്യമാകുന്നു. പുതിയ തലമുറയ്ക്ക് ആവശ്യമായ ആകർഷകമായ ഉൽപ്പന്നങ്ങൾ ഖാദി ബോർഡ് വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഓണക്കാലത്ത് ഓണം ഖാദി മേള എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ ഖാദിക്ക് 30% റിബേറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നു. മാത്രമല്ല സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ
രൂപ വരെ 6 മാസ കാലാവധി വായ്പ എന്ന പദ്ധതി പ്രകാരം അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ്. ഈ ഖാദി മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുമൊക്കെ എത്തിക്കുന്നതിനായി ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. എനിക്കും വേണം ഖാദി എന്ന മുദ്രാവാക്യത്തോടെയാണ് 2026 ഓണം ഖാദി മേള ജനങ്ങളിലെത്തിക്കാനായി ഖാദി ബോർഡ് ശ്രമിക്കുന്നത്. ഖാദി കൈത്തറി മേഖലയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയമാണ്. പ്രധാന കാരണം ഇതിലേക്കുള്ള തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നതാണ്. കുറഞ്ഞ വേതനം ലഭിക്കുന്ന ഇത്തരം മേഖലകളിലേക്ക് പുതുതലമുറ വരുന്നില്ല എന്ന ഒരു സത്യം നാം ഏവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ ലഭ്യമല്ലാത്തത് കാരണം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടതും അതിൻ്റെ ഫലമായി ഈ അസംസ്കൃത വസ്തുക്കൾക്ക് ധാരാളം വില നൽകേണ്ടതായി വരുന്നു. അത്തരത്തിൽ വാങ്ങുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് അധിക വില നൽകേണ്ടതായി വരുന്നു. ഈ പ്രതിസന്ധികളെ നേരിടുന്നതിനായി വിവിധങ്ങളായ പദ്ധതികൾ ഖാദി ബോർഡിൽ നടത്തിക്കൊണ്ടുവരുന്നു. കേരളത്തിന്റെ കൈത്തറി വസ്ത്ര പാരമ്പര്യത്തിൽ ബാലരാമപുരവും ചേന്നമംഗലവും കണ്ണൂരും കാസർഗോഡും കുത്താമ്പുള്ളിയുമൊക്കെ സ്വന്തം അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായി കൈമാറി വന്ന ഈ തൊഴിൽ മേഖല ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മില്ല് വസ്ത്രങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരവും കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള വരുമാനമില്ലായ്മയും പെൻഷൻ, ഇൻഷുറൻസ് എന്നിവ സമയബന്ധിതമായി ലഭിക്കാത്തതുമെല്ലാം തൊഴിലാളികളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ നിർമ്മാണ വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാബുരാജൻ വാർത്താ തരംഗിണിയോട് 100% കോട്ടൺ കൊണ്ടുള്ള പാവമൂടും ഒറിജിനൽ ഹാഫ് ഫൈൻ കസവ് കൊണ്ട് കുഴിനെയ്ത്തിൽ നെയ്തെടുക്കുന്ന സെറ്റ് സാരിയും സെറ്റ് മുണ്ടുകളും ധോത്തികളുമാണ് കുത്താമ്പുള്ളി കൈത്തറിയുടെ പ്രത്യേകത. GI ടാഗ് ലഭിച്ച കസവ് സാരികൾ, കസവിൻ്റെ സെറ്റ് മുണ്ടുകൾ, കസവ് ധോത്തികൾ, കവണി എന്നിവ കുത്താമ്പുള്ളിയുടെ പ്രത്യേകതയാണ്. തറിക്കാർ നെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സൊസൈറ്റി മുഖേനയും കടകൾ വഴിയും ലോകത്തിൻ്റെ പല കോണുകളിലേക്കും എത്തിച്ചേരുന്നു. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാതായി. കൂടാതെ സൊസൈറ്റിയിലൂടെ തറിക്കാർക്ക് മാസം തോറും ലഭിച്ചിരുന്ന 4000 രൂപയുടെ ധനസഹായം 2020 മാർച്ചോടെ നിർത്തലാക്കുകയും ചെയ്തു. കൈത്തറി മേഖലയിൽ നെയ്യാൻ പുതിയ തലമുറയിലെ ആരും തന്നെ താല്പര്യപ്പെടുന്നില്ല. കൈത്തറി മേഖലയുടെ ഈ ശോചനാവസ്ഥ മാറണമെങ്കിൽ ഗവൺമെന്റിൽ നിന്നും സഹായങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തലമുറയെ കൈത്തറിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളും പാക്കേജുകളും നടപ്പിലാക്കുവാൻ ഗവൺമെന്റുകൾ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് പ്രത്യാശിക്കുന്ന അനേകം കുടുംബങ്ങളാണ് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച കുത്താമ്പുള്ളിയിലുള്ളത്. കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിനായി കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഖാദി കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഗുണനിലവാരമുള്ള നൂലിനും ചായങ്ങൾക്കും ദിനംപ്രതി വില വർദ്ധിക്കുന്നതും എല്ലാം ഉൽപാദന ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്തെ മുതിർന്ന കൈത്തറി തൊഴിലാളി ശുഭ വാർത്താ തരംഗിണിയോട് ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും അതിന്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 വയസ്സിൽ നെയ്യാൻ ഇറങ്ങി. എനിക്കിപ്പോ 52 വയസ്സായി. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. നൂലും കൂലികളൊന്നും കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഏത് സർക്കാർ കയറിയാലും ഞങ്ങൾക്ക് നൂലും കൂലിയും കിട്ടണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പുതിയതായിട്ട് ആരും ഈ തൊഴിൽ പഠിക്കാനായി നിൽക്കുന്നില്ല. പഴയവര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ. പരിസ്ഥിതി സൗഹൃദവും സുഖകരവുമായ കൈത്തറി കോട്ടണും ഖാദിയും കസവും ഉപയോഗിച്ചുള്ള ഇൻഡോ വെസ്റ്റേൺ വസ്ത്രങ്ങളും ഫ്യൂഷൻ വെയറുകളും പുതിയ തലമുറയും വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഗ്രാമങ്ങളിലെ നെയ്ത്തുകാരുടെ ഉൽപ്പന്നങ്ങൾ പോലും ഇൻസ്റ്റഗ്രാമും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും വഴി ഇന്ന് ലോകമെമ്പാടും വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. നെയ്ത്തുകാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനും ഒപ്പം നമ്മുടെ വസ്ത്ര പാരമ്പര്യത്തെ വരും തലമുറയ്ക്കായി നിലനിർത്തുന്നതിനും പിന്തുണ നൽകുകയാണ് കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങുന്നതിലൂടെ നാം ഓരോരുത്തരും ചെയ്യുന്നത്. കൈത്തറി ദിനത്തിൽ മാത്രമല്ല, ഓണം ഉൾപ്പെടെ വരാനിരിക്കുന്ന എല്ലാ ഉത്സവ സീസണുകളിലും തദ്ദേശീയമായി നിർമ്മിച്ച കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാം. അങ്ങനെ രാജ്യത്തെ കൈത്തറി നെയ്ത്തുകാരുടെ കലാവിരുത്, നൈപുണ്യം, സമർപ്പണം എന്നിവയെ ആദരിക്കാം, അംഗീകരിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്.
വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.